ഹായ് ഡേ സ്റ്റുഡൻസ്. അപ്പോൾ നാളെ 26-ാം തീയതി രാവിലെ കൃത്യം 10 മണിക്ക് നമ്മുടെ ട്രിവാൻഡ്രത്ത് CET ക്യാമ്പസിലുള്ള KTUവിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഫ്ലെക്സിസ് ടീം ഉണ്ടാവും. സോ എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, ഇയർ ഔട്ട് സിസ്റ്റം കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും ഇതിൽ പങ്കെടുക്കുക. കാരണം യൂണിറ്റി സ്ട്രെങ്ത് മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇത് എന്തിനാണ് നടത്തുന്നത്? ഓക്കെ, ലാസ്റ്റ് ആയിട്ട് ഒരു വട്ടം ഡയറക്ട്ലി ഒഫീഷ്യൽസിനെ കാണാൻ പറ്റിയാൽ അവർക്കൊരു കംപ്ലൈന്റ് കൊടുത്ത് കാര്യങ്ങൾ വിശദമായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കാരണം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ ഒരു മിസ്റ്റേക്ക് കാരണം ഇയർ ഔട്ട് വന്നെങ്കിലും ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തും പല മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ, അവിടെ പല സിസ്റ്റം ഫെയിലിയർ ഉണ്ട്, പല ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇനി ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ട്. ഓക്കെ, അതെല്ലാം നിങ്ങളുടെയും സ്റ്റുഡൻസിനെയും ഒരുപാട് അധികം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ന് ഒരു പാരന്റ്സ് എനിക്കിപ്പോൾ ഇന്ന് വിളിക്കുകയും ഓഡിയോ അയക്കുകയും ചെയ്തത്. ഓക്കെ, പാരന്റ്സിനും ഈ ഇയർ ഔട്ട് മാറ്റണം എന്നാണ്. കാരണം അവരുടെ കുട്ടികളെന്ന് പറയുന്നത് വീട്ടിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു വട്ടം കൂടി എനിക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പഠിച്ചോളാം എന്നുള്ള രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴാണ് ആ അമ്മമാര് മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, സോ സ്റ്റുഡൻസിന് മാത്രം ആവശ്യമല്ല, പാരന്റ്സിന് ആവശ്യമാണ്. അതേപോലെ ഗവൺമെന്റ് കോളേജിലെ ടീച്ചേഴ്സ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരിക. അതേപോലെ ഗവൺമെന്റ് കോളേജസിലെ സ്റ്റുഡൻസും വരിക. എല്ലാ സ്റ്റുഡൻസും വേണം, മനസ്സിലാവുണ്ടോ? കാരണം നമുക്ക് ഈ ഒരു വട്ടമെങ്കിലും, ഓക്കെ, കാരണം 2019 സ്കീമിന്റെ ലാസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എന്ന് പറയുന്നത്. 2019 സ്കീമിൽ ഇതുവരെ ഇയർ ഔട്ട് എക്സിക്യൂട്ട് ചെയ്തില്ല. ലാസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് ആണ് നിങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം അവരോട് സമീപിക്കാം, പീസ്ഫുൾ ആയിട്ട് സമീപിക്കാം. ഇതൊരു പ്രൊട്ടസ്റ്റ് അല്ല. ഓക്കെ, ഇതൊരു ആവശ്യപ്പെടൽ സമരമാണ്. ഓക്കെ, സോ നമുക്ക് കാണാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു മീറ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം. ഓക്കെ, സോ നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ ഞാനും ഉണ്ടാവും, സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ട്. ഓക്കെ, നമുക്ക് സംസാരിക്കാം, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പരാതികളും പറയാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ കോളേജിലും കറക്റ്റ് ആയിട്ടുള്ള ലാബ് എക്യുപ്മെന്റ്സ് പോലും ഇല്ല. ഓരോ കോളേജിലും ടീച്ചേഴ്സിന് പഠിപ്പിക്കാനുള്ള ഒരു ഇനഫ് ടൈം ഇല്ല. ഓക്കെ, കാരണം പല കോളേജിലും അവർക്ക് ഏറ്റവും കൂടുതൽ ഡോക്യുമെന്റേഷൻ വർക്ക്സ് ആണ്. ഓക്കെ, ഇതൊക്കെ ടീച്ചേഴ്സിന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന നോളജാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇത് കാണുന്ന എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകന്മാർക്കും ഇത് മനസ്സിലാവും. ഓക്കെ, സോ നമ്മുടെ മക്കളാണ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. അവർക്ക് ഈ ഒരു പ്രാവശ്യം ഒരു ചാൻസ് കൊടുത്താൽ അത് അവർ യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തട്ടെ. സോ ഈ ഇയർ ബാക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം, നമുക്ക് സംസാരിക്കാം. സോ അക്രമം ഒന്നും വേണ്ട, പീസ്ഫുള്ളായിട്ട് നമുക്ക് സംസാരിച്ച് വിജയിക്കാം. ഓക്കെ, സോ എല്ലാവരും വരിക. ഇയർ ഔട്ടായിട്ട് അഫക്റ്റഡ് ആയ എല്ലാവരും, നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും വരിക. നമുക്ക് ഒത്തൊരുമിച്ച് നേടിയെടുക്കാം. ബൈ.